ഹലോ ഫ്രണ്ട്സ്, DYFA സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ആദർശാണ്. ആദർശത്തിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതൊരു അനാലജി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ACE HILനോട് എങ്ങനെയോ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ MOQ എന്തിനോടാണ് റിലേറ്റ് ആവുക എന്നതാണ് ചോദ്യം. അപ്പോ എയും സിയും ഇങ്ങനെ ആൽഫബറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആൽഫബറ്റിക്കൽ ഓർഡർ, ഈ ലെറ്റേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഏത് പൊസിഷനിലേക്കാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എ എന്നത് ആദ്യത്തെ ആൽഫബറ്റ് ആണ്. സി എന്നത് എന്താണ്? തേർഡ് ലെറ്റർ ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ. സിയോ ഇയോ ഈ അഞ്ചാമത്തേതാണ്. കണ്ടോ, ഒന്ന് ഇടവിട്ടുള്ള ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ HIL, എച്ച് എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ ലെറ്റർ ആണ്. IO ഒൻപതാമത്തെ ലെറ്റർ ആണ്. L എന്ന് പറഞ്ഞാൽ 12ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ രണ്ടാമത് എന്ത് സംഭവിച്ചു? ഒന്നുകൂടി പിന്നെ മൂന്ന് കൂടി. അതുപോലെ രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നേ? M 13ാമത്തെ ലെറ്റർ ആണ്. OO 15ാമത്തെ ലെറ്റർ ആണ്. Q 17ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ആദ്യം 1, 3, 5 എന്ന് വന്നതുപോലെ രണ്ടാമതും ആദ്യം വന്നിരിക്കുന്നത് എന്താണ്? 13, 15, 17 ഒന്നിടവിട്ടുള്ള ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടാമത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം ഒന്നുകൂടി പിന്നെ മൂന്ന് കൂടി. ഇതേ റിലേഷൻ എവിടെയാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ X എന്ന് പറഞ്ഞ മക്കളെ, അത് 24ാമത്തെ ലെറ്റർ ആണ്. V 22ാമത്തെ ലെറ്റർ ആണ്. T 20ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി മൂന്ന് കൂടി എന്ന രീതിയിലല്ല. രണ്ടാമത് T എന്നത് 20ാമത്തെ ലെറ്റർ ആണ്. V 22ാമത്തെ ലെറ്റർ ആണ്. T വീണ്ടും 20ാമത്തെ ലെറ്റർ ആണ്. ഇവിടെയും ഒന്നുകൂടി മൂന്ന് കൂടി എന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. VTX V 22ാമത്തെ ലെറ്റർ ആണ്. T 20ാമത്തെ ലെറ്റർ ആണ്. X 24ാമത്തെ ലെറ്റർ ആണ്. ഇവിടെയും ഒന്നുകൂടി മൂന്ന് കൂടി എന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവസാനത്തെ ഇതായിരിക്കും എന്ന് വിചാരിക്കാം. അവസാനത്തെ എന്താണ്? TUX എന്നാണ് തന്നിരിക്കുന്നത്. T എന്നത് 20ാമത്തെ ലെറ്റർ ആണ്. U എന്നതോ 21ാമത്തെ ലെറ്റർ ആണ്. X എന്ന് പറഞ്ഞാൽ 24ാമത്തെ ലെറ്റർ ആണ്. അപ്പോഴെന്ത് സംഭവിച്ചു? 20ൽ നിന്ന് ഒന്നുകൂടി 21, 21ൽ നിന്ന് മൂന്ന് കൂടി 24. അപ്പോൾ സെയിം റിലേഷൻ വന്നിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ് എന്ന് കാണാം. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ACയും HILും അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് MOQ മറ്റൊന്നിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന രണ്ടെണ്ണവും ACയും MOQവും ഒന്നിടവിട്ട ലെറ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നതിന്റെ റിലേഷൻ എന്താണ്? ഒന്നപ്പുറത്തുള്ള ലെറ്ററും അതിനുശേഷം മൂന്നപ്പുറത്തുള്ള ലെറ്ററും. ആ രീതിയിൽ വന്നിരിക്കുന്നത് നമുക്ക് TUX ആണെന്ന് കാണാം. താങ്ക് യു.